വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും, പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾ ഇനി ഗോൾഡ് ജ്വല്ലറി വാങ്ങരുത്. എന്താണ് ASEAN ഗോൾഡിന്റെ ഫൗണ്ടറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ലൊരു ഗവൺമെന്റ് ഇപ്പം മോദിജി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. നല്ലതാണോ? നല്ലതാണ്. ASEAN ഗോൾഡിന്റെ ഫൗണ്ടർ പറയാണ് നരേന്ദ്രമോദിജി ഇറക്കിയ ഈ പദ്ധതി നല്ലതാണെന്ന് പറയാണ്. ഗോൾഡിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഫണ്ട് ഫ്ലോ റൈസിംഗ്, അത് സാധാരണക്കാർക്ക് അറിയില്ല. അപ്പം നമ്മളെ ഇന്ത്യയിലുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ ഓരോ വീട്ടിലും മിനിമം ഒരു 60 to 70 പവൻ എല്ലാ വീട്ടിലും ഉണ്ട് എന്നാണ് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച്. ആവറേജ് ഒരു 60 to 70 പവനോളം ഓരോ വീട്ടിലും ഉണ്ട്. കള്ളന്മാരെ കേൾക്കണ്ടേ? കേൾക്കണ്ട. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗോൾഡ് നമ്മുടെ മാർക്കറ്റിൽ ഉപയോഗപ്പെടുത്തണമല്ലോ. ഇതൊരു ഫിക്സഡ് അസറ്റ് ആക്കിയിട്ട് ഒരു മൂലക്ക് വെച്ചിട്ട് കാര്യമില്ല. ഇതിനെ പുറത്ത് ചാടിക്കാനും ഇത് മാർക്കറ്റിൽ റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലല്ലേ എല്ലാവരുടെ കയ്യിലും എത്തുമ്പോഴാണല്ലോ ഇതൊരു ഫ്ലക്ച്വേഷൻ നടക്കുന്നത്, ബൈയും സെല്ലിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം സജ്ജദ് ഭായി പറയുന്നത് ഹൗസ് ഹോൾഡ് ഗോൾഡിനെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടി ആക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ എന്റെ 20 പവൻ ഉണ്ടെങ്കിൽ ഞാനത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബാങ്ക് എനിക്ക് പൈസ തരും. ബാങ്ക് നിങ്ങൾക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഒരു പെർസെന്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡിവിഡന്റ് തരുന്നു. ഓക്കെ, ബാങ്ക് ഇത് സെപ്പറേറ്റ് കമ്പനികൾ ഇപ്പൊ ജ്വല്ലറി ആയിരുന്ന രജിസ്റ്റേർഡ് ജ്വല്ലറികൾക്ക് അലോക്കേറ്റ് ചെയ്യും. ബാങ്ക് ASEAN കൊടുക്കുന്നു, അല്ലെങ്കിൽ സോ കമ്പനികൾക്ക് കൊടുക്കുന്നു. അവരത് ബിസിനസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ പൈസ ബിസിനസ് ചെയ്തതിന്റെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ബാങ്കിൽ പോകും. ആ തിരിച്ചു കിട്ടുന്നതിന്റെ ഒരു വിഹിതം നേരിട്ട് റിയാസ് ഹക്കീം ആണെങ്കിൽ റിയാസ് ഹക്കീമിന് പോകും. ഇതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഗവൺമെന്റ് ഒരു വിഷൻ കണ്ടിട്ടാണ് ഈ പ്രൊജക്ടുകളൊക്കെ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു നന്മയുണ്ട്. ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും ഒരു നന്മയുണ്ട്. നരേന്ദ്രമോദിജിയുടെ നന്മയെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് പല വിയോജിപ്പുകളും സ്നേഹവും ഇടപാടും ഒക്കെ ഉണ്ടെങ്കിലും നല്ലതെന്ന് പറയണമല്ലോ. നമ്മൾ പലപ്പോഴും പല പോളിസീസും ചിലപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ അത് വലിയ ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ പീഡിപ്പിക്കാനാണെന്നൊക്കെ തോന്നുമെങ്കിലും ചിലപ്പോൾ സ്ട്രാറ്റജിക്കലി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ നല്ല വശങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും.